ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാം നമ്മുടെ ജീവിതത്തിൽ ഭൗതിക കാര്യങ്ങൾക്ക് അമിതമായ പ്രാധാന്യം നൽകുകയും ആത്മീയ കാര്യങ്ങളെ വിസ്മരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ സ്വർഗരാജ്യത്തിൻ്റെ മഹത്വം തിരിച്ചറിയാത്തതുകൊണ്ടും നാം ആത്മീയ ജീവിതത്തിൽ നൽകുന്ന പ്രാധാന്യമാണ് ദൈവരാജ്യത്തിലെ അംഗങ്ങളാകുവാൻ നമ്മെ സഹായിക്കുന്നത് എന്നൊരു ബോധ്യം നാം മറന്നു പോകുന്നത് കൊണ്ടുമാണ്. യേശുവിൽ പ്രിയ സഹോദരർ, ഇന്നത്തെ സുവിശേഷത്തിൽ ദൈവരാജ്യം അമൂല്യ രത്നങ്ങളെക്കാളും നിധികളെക്കാളും വിലപിടിപ്പുള്ളതാണ് എന്ന് നാം വായിക്കുമ്പോൾ, ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് സ്വർഗരാജ്യം നേടുവാനായിട്ടാണ്, സ്വർഗരാജ്യത്തെ കണ്ടെത്തുവാനായിട്ടാണ് എന്ന സത്യമാണ് യേശുനാഥൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് കൊളോസോസ്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നത്, ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. 2 മുക്കബാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ എലയാസർ എന്ന വൃദ്ധൻ രക്ഷപ്പെടുവാൻ സാധിക്കുമായിരുന്നിട്ടും മരണം വരിക്കുന്നതും, 7-ാം അധ്യായത്തിൽ അമ്മയും 7 മക്കളും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതിരുന്നതും സ്വർഗരാജ്യത്തിൻ്റെ മഹത്വം അവർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ പീഡിപ്പിക്കപ്പെടുമെന്നറിഞ്ഞിട്ടും ദാനിയേൽ ദിവസം 3 നേരം ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നതും സ്വർഗരാജ്യത്തിൻ്റെ മഹാത്മ്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യത്തിൽ താൻ മരണപ്പെടുന്നുവെന്ന് ഉറപ്പുണ്ടായിട്ടും ദൈവഹിതം പരിശുദ്ധിയമ്മ സ്വീകരിച്ചത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഭൗതിക കാര്യങ്ങളെക്കാൾ കൂടുതൽ സ്വർഗീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയത് കൊണ്ടാണ്. ഈ വചനഭാഗങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അന്വേഷിക്കേണ്ടത് ഭൗതിക കാര്യങ്ങൾക്കല്ല, മറിച്ച് സ്വർഗീയമായ കാര്യങ്ങൾക്കാണ് എന്ന സത്യമാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യത്തിൽ യേശുനാഥൻ നമ്മോട് പറയുന്നത്, സീക്ക് ഫസ്റ്റ് ദ കിങ്ഡം ഓഫ് ഹെവൻ, റെസ്റ്റ് ഓൾ വിൽ ഫോൾ ഇൻ ലൈൻ. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ, മറ്റുള്ളതെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. ആയതിനാൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ നാം വിചിന്തനം ചെയ്യേണ്ടത്, നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടത്, നമ്മുടെ ജീവിതം ദൈവിക രാജ്യത്തിന്, സ്വർഗരാജ്യത്തിന് പ്രാധാന്യം നൽകിയൊരു ജീവിതമാണോ നാം നയിക്കുന്നത്? സ്വർഗരാജ്യത്തിന് പ്രാധാന്യം നൽകുവാൻ നാം നമ്മുടെ ജീവിതത്തിൽ ആത്മീയ കാര്യങ്ങൾക്ക് സമയം മാറ്റിവെക്കാറുണ്ടോ? മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 28-ാം വാക്യത്തിൽ ശരീരത്തെ കൊല്ലുന്നവനെ ഭയപ്പെടേണ്ട, മറിച്ച് ശരീരത്തെയും ആത്മാവിനെയും നരകത്തിലെറിയുവാൻ കഴിയുന്നവനെ ഭയപ്പെടുവിനെന്ന് യേശുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും, ഇങ്ങനെ 190-ലധികം പ്രാവശ്യം നിത്യജീവനെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചും യേശുനാഥൻ നമ്മോട് പറയുന്നതുമെല്ലാം സ്വർഗരാജ്യത്ത് നാം കൊടുക്കേണ്ട പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആയതിനാൽ പ്രിയ സഹോദരരെ, ഈ ഒരു ബോധ്യത്തോടുകൂടെ നമ്മുടെ ജീവിതത്തെ ശാശ്വതമായി കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് ആത്മീയ കാര്യങ്ങൾക്ക് നാം നൽകുന്ന പ്രാധാന്യമാണ് എന്ന ബോധ്യത്തോടുകൂടെ, ഭൗതിക കാര്യങ്ങൾക്ക് നാം പ്രാധാന്യം നൽകുന്നത് പോലെ തന്നെ ആത്മീയ കാര്യങ്ങൾക്കും പ്രാധാന്യം നൽകി ദൈവത്തോടൊത്തായിരിക്കുവാനും സ്വർഗരാജ്യത്തിലെ അംഗങ്ങളായി മാറുവാനും നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നതോ, അവരെല്ലാം അവിടുത്തെ മുഖം ദർശിക്കും. ഈ ഒരു ബോധ്യത്തോടുകൂടെ ദൈവത്തിൻ്റെ മുഖം ദർശിക്കുവാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് സ്വർഗരാജ്യം തേടുന്നവരായി നമുക്ക് മാറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വചനം വായിക്കുവാനും വിശുദ്ധിയിൽ ജീവിക്കുവാനും ആത്മാർത്ഥമായി പരിശ്രമിക്കുക. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കുകയും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.